ഈഫൽ ടവറിന് മുന്നിലാണ് നമ്മളിപ്പോൾ. ഒളിമ്പിക്സ് കാലത്ത് ഈഫൽ ടവറിനെ കുറിച്ച് ധാരാളം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സ് കാണാനെത്തിയവരിൽ ഭൂരിഭാഗവും നമ്മുടെ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് ഒളിമ്പിക്സ് കഴിഞ്ഞ് ആദ്യ ദിവസമാണ്. ഇന്നലെയായിരുന്നു 11-നായിരുന്നു ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ് സ്റ്റഡേ ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നടന്നത്. അതിനുശേഷമുള്ള കാഴ്ചയിലേക്ക് നമ്മൾ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ തിരക്ക് കാണുന്നില്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നിന്ന് തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, ഒരുപക്ഷെ അതാവാം. രണ്ട്, ഒളിമ്പിക്സ് കഴിഞ്ഞുള്ള ഒരു ദിവസമാണ്. ഒളിമ്പിക്സ് വേളയിൽ ഈ പരിസരങ്ങളിലാകെ നമ്മൾ കണ്ടത് വൻ ജനക്കൂട്ടം, വൻ സുരക്ഷയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ സുരക്ഷകളൊന്നുമില്ല, പക്ഷേ ആളുകൾ കുറവാണ്. എന്തായാലും ഒരിക്കൽ കൂടി പാരീസ് വിടുന്നതിന് മുമ്പ് പറയുന്ന ഒരു കാര്യം, പാരീസിലേക്ക് സഞ്ചാരികൾ വരുമ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ആ ദൃശ്യം കണ്ടാൽ അറിയാം. ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ശരിക്കും ലിഫ്റ്റ് വഴി ആ വലിയ ഗോപുരത്തിന് ഉയരങ്ങളിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 യൂറോ ഒക്കെയാണ് ഇതിന്റെ ടിക്കറ്റ് എന്ന് പറയുന്നു. മുകളിൽ 40 യൂറോ വരുന്നു ടിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും എത്ര യൂറോ കൊടുത്തിട്ടാണെങ്കിലും സഞ്ചാരികളൊക്കെ വരുന്ന, അതിന് മുകളിൽ കയറി പാരീസ് നഗരം കാണുന്ന സുന്ദരമായ കാഴ്ചകൾ, തിരക്കില്ലെങ്കിൽ പോലും ആ കാഴ്ചകൾ തുടരുന്നുണ്ട്. ഈഫൽ ടവറിന് മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഫെനിലിനൊപ്പം കമാൽ വരുന്നു.